ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിശദമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ സ്കൂള്. ഇവിടുത്തെ സ്കൂളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇപ്പോൾ സ്കൂൾ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ ഈ സ്കൂളുകൾ ശരിക്കും പറഞ്ഞാൽ ഓഫീസുകളില്ലേ, നമ്മുടെ നാട്ടിലെ വലിയ വലിയ ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇവിടുത്തെ സ്കൂളുകൾ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവിടുത്തെ ഓഫീസുകളെ പോലെ ഓഫീസുകൾ ഇരിക്കുന്ന പോലെ ആയിരിക്കും. ഇവിടെ ഓരോ ഓഫീസ് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ, പക്ഷെ അത് സ്കൂളാണ് കേട്ടോ. അപ്പോ ഈ സ്കൂളില് മൂന്നാമത്തെ നിലയില് ആണ് ഞാൻ എൻ്റെ സ്കൂൾ ക്ലാസ് മൂന്നാമത്തെ സ്റ്റോക്കിലാണ് ഉള്ളത്. പക്ഷേ എനിക്ക് ജർമ്മൻ അറിയാത്തതുകൊണ്ട് ഞാൻ ദോയ്ഷ് കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ദോയ്ഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ ജർമ്മൻ പഠിപ്പിച്ചു തരും. അപ്പം നമുക്ക് ഈ ജർമ്മൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസോ അങ്ങനെ ഒന്നും വരില്ല, സബ്ജക്ട്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ജർമ്മൻ മാത്രം. ഇപ്പൊ ജർമ്മൻ ക്ലാസ്സിൽ കുറിച്ച് കയറുമ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റോക്കിലാണ് ഞാൻ രണ്ടാമത്തെ നിലയിലാണ് എൻ്റെ കുസ് വരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ടൈം ടേബിൾ വരുമ്പോൾ ഇപ്പം ഒരു ദിവസം 6 സബ്ജക്റ്റ് ഉള്ളതിൽ 4 സബ്ജക്റ്റ് ഇതിവിടെ ആയിരിക്കും, 4 സബ്ജക്റ്റ് ജർമ്മൻ ക്ലാസ്സിലായിരിക്കും. ബാക്കി മറ്റേ 2 സബ്ജക്റ്റ് ചിലപ്പം എൻ്റെ ക്ലാസ്സിലോട്ട് ഞാൻ പോയിട്ട് ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും, ചിലപ്പോൾ സ്വിമ്മിങ് ആയിരിക്കും, അല്ലെങ്കിൽ പെയിന്റിങ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എല്ലാ ദിവസവും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് രണ്ടിടത്തോട്ടും മാറി മാറി പോകേണ്ടി വരും. ഞങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ജർമ്മൻ ഇവിടെ വന്നിട്ട് പഠിച്ചില്ലേ ദോഷ് കോഴ്സ് കയറാനായിട്ട്. എന്നാൽ നാട്ടിൽ വെച്ച് ഞാൻ ജർമ്മൻ പഠിച്ചിരുന്നു, പക്ഷേ അത് A1 ആയിരുന്നു. നാട്ടിൽ വെച്ച് ടീച്ചർമാർ നമ്മളോട് പറയും A1 പഠിച്ച അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാന്ന്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സ്കൂളിൽ കയറുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പം ജർമ്മൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ആയിട്ട്. ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ എൻ്റെ സ്കൂളിൽ ആരുമില്ല. ഞാൻ പഠിക്കുന്ന മിത്തിൽ സ്കൂളിലാണ്. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ജർമ്മൻ ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ ടീച്ചേഴ്സ് പറയുന്നത് എങ്ങനെ മനസ്സിലാവുന്നു? ഇവര് സ്മാർട്ട് ബോർഡ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ സ്മാർട്ട് ബോർഡിൽ അവര് ട്രാൻസ്ലേറ്റർ എന്നുള്ള ആപ്പ് എടുത്ത് അതിനകത്ത് ജർമ്മൻ ടൈപ്പ് ചെയ്യും. എന്നിട്ടിപ്പം എൻ്റെ സ്പ്രാഹ മലയാളമാണ്. അപ്പം മലയാളം എന്നവർ അവിടെ നോക്കുമ്പോൾ ആ ജർമ്മൻ അവർ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ട്രാൻസ്ലേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ വരും. അത് നമ്മളത് വായിച്ചെടുക്കണം. അപ്പം അങ്ങനെ എൻ്റെ സ്കൂളിൽ മലയാളികൾ ആരും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ ആരുമില്ല സ്കൂളിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ഞാൻ മാത്രമല്ല, അവിടെ ഒരുപാട് പിള്ളേരുണ്ട്. ഒരു 10-11 പിള്ളേരെങ്കിലും ഞങ്ങളുടെ ദോഷ് കോഴ്സിലുണ്ടാവും. അറാബിഷ്, ഉക്രൈനിഷ്, അങ്ങനെ സ്പാനിഷ്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ്. പിന്നെ റൊമേനിഷുകാർ ഇവിടെ ഈ സ്കൂളിൽ ഒരുപാട് റൊമേനിഷുകാരുണ്ട് കേട്ടോ. റൊമേനിഷുകാർ എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്ങാ. അവർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഇവിടെ എൻ്റെ സ്കൂളിൽ കൂടുതൽ ഔസ്ലാൻഡേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ റൊമേനിഷുകാരാണ് കൂടുതൽ. ഫസ്റ്റ് റൊമേനിഷുകാർ വരും, സെക്കൻഡ് വരുമ്പോൾ അറാബിഷുകാരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് എൻ്റെ ക്ലാസ്സിലും എൻ്റെ ദോഷ് കോഴ്സിലും വെച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത്. ഓക്കെ, എല്ലാരും ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ എല്ലാരും ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ എന്നാ എല്ലാരും ചോദിക്കുന്നത് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഒരാളില്ല. പക്ഷെ ഞാൻ നാട്ടില് കുര്യാക്കോസ് ഏരിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാന്താനം അതിവിടെ പഠിച്ചപ്പോൾ ആ സ്കൂളിലോട്ട് കയറാൻ
എന്നൊക്കെ ഉണ്ടടി നിനക്ക് വിശേഷം എന്ന് പറയാൻ തന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നേനെ. ഇവിടെ ആരും ഇല്ല. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഞാൻ പോകുന്ന പള്ളിയില് അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛന്മാരുണ്ട്, പിന്നെ മലയാളി അച്ഛന്മാര് മലയാളികളാണ്, മലയാളി ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അവരുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പൊ ഇത് അച്ഛനും ചേച്ചിമാരും കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ജിംനാസിയം. ഞാൻ പഠിക്കുന്ന മിറ്റൽ സ്കൂളിലാണ്. മിറ്റൽ സ്കൂൾ ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ആ കാണുന്നത് ജിംനാസിയം. ഈ മിറ്റൽ സ്കൂളും ജിംനാസിയത്തിന്റെ ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മിറ്റൽ സ്കൂളില് കുറച്ചുകൂടെ എന്താ പറയാ, നമ്മളിപ്പോ ഫോർഷൂളിൽ പഠിക്കുമ്പോ ഫോർഷൂളിൽ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ ടീച്ചർമാർ, ഫോർഷൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പറയും നമ്മൾ മിറ്റൽ സ്കൂളിൽ പോണോ ജിംനാസിയത്തിൽ പോണോന്ന്. ഇവിടെ കിൻഡർ ഗാർട്ടൻ ഞാൻ കുറെ നേരമായിട്ട് ജിംനാസിയം, ഫോർഷൂള് എന്നാ പറഞ്ഞത്. ഈ ഫോർഷൂള്, മിറ്റൽ സ്കൂള്, കിൻഡർ ഗാർട്ടൻ, ന്യൂൾ ഷൂൾ, അങ്ങനെ കുറെ ഷൂളെ ഞാനിപ്പോ പറഞ്ഞു തീർത്തു. അപ്പൊ എന്താണ് ഇത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഉള്ളവർ, 5 വയസ്സ് 6 വയസ്സ് വരെ ഉള്ളവർ കിൻഡർ ഗാർട്ടനിലാണ് പഠിക്കുന്നത്. കിൻഡർ ഗാർട്ടന്റെ താഴെ ഒരു ന്യൂൾ ഷൂള ഉണ്ട്. അതിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിവില്ല. കുഞ്ഞു പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന, നമ്മുടെ അംഗനവാടി പോലെ കുഞ്ഞു പിള്ളേരെ ഒക്കെ പഠിപ്പിക്കുന്നതാണ് ന്യൂൾ ഷൂളെ. ന്യൂൾ ഷൂളെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പക്ഷെ എൻ്റെ അനിയത്തി പഠിക്കുന്ന അതിന് കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള കിൻഡർ ഗാർട്ടനിലാണ്. കിൻഡർ ഗാർട്ടനിൽ 1 വയസ്സ് മുതൽ 5-6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്നത്. കിൻഡർ ഗാർട്ടനിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവ ഫോർഷൂള എന്ന് പറഞ്ഞൊരു സ്കൂളിലോട്ട് കയറും. ഫോർഷൂള എന്ന് പറയുമ്പോൾ ഫോർഷൂളയിലോട്ട് കയറണമെങ്കിൽ കറക്റ്റ് 6-7 വയസ്സൊക്കെ ആവണം. 6 വയസ്സൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഫോർഷൂളയിലോട്ട് കയറുന്നത്. ഫോർഷൂള ഒരു 9 വയസ്സ് വരെ ഫോർഷൂളയിൽ പഠിക്കാൻ പറ്റും. 9 വയസ്സ് വരെ മാത്രം, 9 വയസ്സ്. ഈ ഫോർഷൂള കഴിഞ്ഞാൽ ഈ ഫോർഷൂളയിലെ ടീച്ചർമാര് പറയും നമ്മ മിറ്റൽ സ്കൂളിൽ കയറണോ ജിംനാസിയത്തിൽ കയറണമെന്നോ. ഇവിടെ ഒരുപാട് പേര്, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഇരിക്കുന്നവരുണ്ട്. അപ്പം ജർമ്മൻ പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഇങ്ങോട്ട് വരാൻ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് ഞാനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് A to Z ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോ ഈ കാണുന്നതാണ് എൻ്റെ അനിയത്തിയുടെ കിൻഡർ ഗാർട്ടൻ. ആ കിൻഡർ ഗാർട്ടനിൽ ഒരുപാട് ടോയ്സും ഇവൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് ടീച്ചേഴ്സും, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് കഥകളൊക്കെ പറയും. ഇവൾക്ക് ഒരുപാട് ടീച്ചേഴ്സൊക്കെ ഇവളെ നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവളോട് ചോദിക്കാം ഇവളുടെ ടീച്ചേഴ്സിന്റെയും കൂട്ടുകാരുടെയും പേര്. നിന്റെ ടീച്ചേഴ്സിന്റെ പേരെന്നാ? ഉറക്കെ പറ. ലൂലിയ, അലക്സാന്ദ്ര, വന്നേസ. ജൂലിയ, അലക്സാൻഡ്ര, വന്നേസ. എന്നുകൊണ്ട് ഇത് ഒറ്റ പേരല്ല, 3 ടീച്ചർമാരാ. ജൂലിയ, അലക്സാൻഡ്ര, വന്നേസ. ഇനി നമുക്ക് അവളുടെ കൂട്ടുകാരുടെ പേര് ചോദിക്കാം. കൂട്ടുകാരുടെ പേര് ഉറക്കത്തിൽ പറയണേ. അലീന, അലീന, മലിഹ. അലീന, മലിഹ. അലീന, അലിയ, അലീന, അലിയ, മലിഹ. ഈ 3 പിള്ളേരും 3 ടീച്ചേഴ്സുമാരും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എൻഡിങ് അവസാനിപ്പിക്കാം. എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എപ്പോഴും കാണുന്നതിന് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പൊ ടാറ്റാ, ഉമ്മ, ഐ ലവ് യു.